അപ്പോൾ പറഞ്ഞത് ഞാൻ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ നിങ്ങൾ തളർത്തരുത്, ഞാൻ ഉടഞ്ഞു പോകും. ഹായ്, ദിസ് ഈസ് മൈ കമ്മൽ. എങ്ങനെയുണ്ട്? ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇഴാന്നാണ് കേട്ടോ ഇതിൻ്റെ പേജ്. ഈ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ജ്വല്ലറി, ഡ്രസ്സിൽ വരക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായ ഒരു യുണീക്നെസ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരാളെടുത്ത് ആ സാധനം വാങ്ങിച്ചു വെച്ചു ഹാൻഡ് മെയ്ഡ്, അതേ സാധനം എക്സാക്ട്ലി ആ ബീഡ്സ്, ഇപ്പം ആ ത്രെഡ്, അതിൻ്റെ തന്നെ ഷെയ്ഡ്, അതിൻ്റെ എംബ്രോയ്ഡറി, അതിൻ്റെ മേക്കിങ്, ആ സെയിം നമുക്ക് വേറൊരാൾക്ക് അതേപോലെ കൊടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പം എനിക്കാണ് ഈ സാധനം കിട്ടുന്നതെങ്കിൽ എനിക്ക് മാത്രം ഉണ്ടാക്കിയ സാധനമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം. ഇപ്പം വേറെ ആൾ അത് കണ്ടിട്ട് ഓർഡർ ചെയ്താൽ പോലും എക്സാക്ട്ലി സെയിം കിട്ടില്ല. അതുപോലൊക്കെ ഉണ്ടാക്കി എടുക്കാം. എനിക്ക് എപ്പോഴും ഇവരിങ്ങനെ കത്തെഴുതുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളിത് എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. എനിക്ക് വോയിസ് ഓവർ തുടങ്ങിയതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായി ഞാനിത് അന്നേ തുടങ്ങേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ സംസാരിച്ച് പറയുമ്പം എനിക്ക് എനിക്ക് ഇത്ര പോലെ എനിക്ക് നിങ്ങൾ അയക്കുന്ന സാധനത്തിനോട് സ്നേഹമുണ്ട്. എനിക്ക് എപ്പോഴെപ്പോഴും ഡ്രസ്സ് ചെയ്തിരുന്ന, എപ്പോഴെപ്പോഴും എംബ്രോയിഡറി ചെയ്യുന്ന, എപ്പോഴെപ്പോഴും ഹാൻഡ് വർക്ക് ചെയ്ത സാധനങ്ങൾ അയക്കുന്ന ബ്രാൻഡ്സ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻസറിൻ്റെ സ്നേഹം. അവൾ ഡ്രസ്സ് അയക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അവൾ അയക്കുന്ന കത്താണ്. അവൾ എന്തായാലും അതിൻ്റെ കൂടെ കത്ത് വെക്കും. കത്തോ മറ്റില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ചോദിക്കുന്നത് എന്താ എനിക്ക് കത്ത് വെക്കാൻ, കാണുന്നതിനകത്തൊരു രസമുണ്ട്. നിങ്ങൾക്ക് അത്രമാത്രം ഇത് മനസ്സിലാവുന്ന അറിയില്ല. എനിക്ക് വേർഡ്സ് ഓഫ് അഫർമേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നില്ല, അത്ര ഇഷ്ടമാണ് എനിക്ക്. അതെനിക്ക് ഈ ഹൈ കാണിക്കണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. ലേറ്റായി എന്നല്ല, പക്ഷേ എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു വോയിസ് ഓവർ ചെയ്യാൻ. കാരണം മുന്നേ എനിക്ക് സൈനസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഈ സൗണ്ട് ആയിരിക്കില്ല ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും, അതായിരിക്കില്ല നാളെ രാവിലെ. എന്നുവെച്ചാൽ കഫം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും തുമ്മലും ജലദോഷവും. എനിക്ക് കഴിഞ്ഞ ഡിസംബറൊക്കെ വെരി ടഫായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എൻ്റെ കഫം റിമൂവ് ചെയ്ത് സൈനസൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ എനിക്കിപ്പം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഇന്നിങ്ങനെ ഭയങ്കര ബേഴ്സുള്ള സൗണ്ട് ആയിരിക്കും, ഭയങ്കര ബാസായിരിക്കും ആ ജലദോഷമൊക്കെ വന്നാൽ. കാരണം എല്ലാ ദിവസവും ജലദോഷമുള്ള ഒരാളെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് തുമ്മലില്ല, ആ സൗണ്ട് പോവില്ല, കോൾഡ് കുറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു കോൾഡ് വാട്ടർ കുടിച്ച് ഞാൻ തുമ്മും. അപ്പം ഇതൊക്കെ മാറി ഞാനിങ്ങനെ ചെത്തായി വന്നപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ തുടങ്ങാച്ചത്. ഗ്രോത്ത് എന്നുള്ളതിനേക്കാളും എനിക്ക് ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് തീരുന്നില്ല. ഒരു സ്റ്റോറി പോരാ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എനിക്ക് ആ ആസ്മി ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഒരു ഹൈ ഉണ്ടായിരുന്നു. ഇന്ന് ഞാനൊന്ന് തകർക്കും അതായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഞാൻ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ നിങ്ങൾ തളർത്തരുത്, ഞാൻ ഉടഞ്ഞു പോകും. മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും തളർത്തരുത്. ശരിക്കും ഞാൻ സൈഡാവും. വിചാരിക്കുന്ന പോലെയല്ല, ശരിക്കും ഞാൻ സൈഡാവും. ഞാൻ തളർത്തരുത്. അപ്പോൾ ശരി, ബൈ കനാട്ട.